തദ്ദേശ സ്ഥാപനങ്ങളിലെ പുതിയ ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കുന്നു. ആദ്യ ഭരണസമിതി യോഗവും ഇന്ന് ചേരും. സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റാത്തവർക്ക് അവസരം പിന്നീട് ലഭിക്കും. നൃപൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. നൃപൻ, അങ്ങനെ പുതിയ ജനപ്രതിനിധികൾ ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേക്ക് വരുന്നു. 20,000-ഓളം ജനപ്രതിനിധികളാണ് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരുന്നത്. വിവരങ്ങൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ആരവമൊക്കെ ഒഴിഞ്ഞ് ഇനി സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പുതിയ ഭരണാധികാരികൾ എത്തുന്നു എന്നതാണ്. ഇന്ന് 20,000-ഓളം വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഒപ്പം തന്നെ ഭദ്ര മുഖവരിയായി സൂചിപ്പിച്ചതുപോലെ ഇന്ന് തന്നെ അവരുടെ ആദ്യ ഭരണസമിതി യോഗവും ചേരും. ആദ്യത്തെ സത്യപ്രതിജ്ഞ ചടങ്ങുകളെന്ന് പറഞ്ഞാൽ കോർപ്പറേഷനും പ്രത്യേകിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, പഞ്ചായത്തുകൾ ഇവ പ്രത്യേകിച്ച് വെവ്വേറെയാണ് നടക്കുക. കോർപ്പറേഷനിലും ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലും ജില്ലാ കളക്ടർമാർ, അതാത് ജില്ലകളിലെ ജില്ലാ കളക്ടർമാരായിരിക്കും ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലെ സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. ആദ്യത്തെ ഏറ്റവും മുതിർന്ന അംഗം ഈ അതാത് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും മുതിർന്ന അംഗത്തിന് ആദ്യം സത്യപ്രതിജ്ഞയ്ക്കുള്ള വാചകം ചൊല്ലിക്കൊടുക്കും. അദ്ദേഹം ആദ്യം ചുമതലയേറ്റ ശേഷം അതിൽ ആ അംഗം ആയിരിക്കും മറ്റ് അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞയ്ക്കുള്ള സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഏറ്റവും മുതിർന്ന അംഗത്തിന് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ആദ്യ ഭരണസമിതി യോഗം ചേരുക. ആദ്യ ഭരണസമിതി യോഗത്തിൽ പ്രധാനമായും ഉള്ളത് സെക്രട്ടറി, വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണാധികാരികൾ, പ്രത്യേകിച്ച് മേയർ, ഡെപ്യൂട്ടി മേയർ, ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും പഞ്ചായത്തുകളിലും അതിലുള്ള പ്രസിഡന്റുമാരെയും വൈസ് പ്രസിഡന്റുമാരെയും ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള തീയതി, അതിൻ്റെ റിപ്പോർട്ട് സെക്രട്ടറി അതാത് പഞ്ചായത്തുകൾ വായിക്കും. ഇതിനോടുകൂടി തന്നെ ഇന്നത്തെ യോഗം അവസാനിക്കും. ഒപ്പം തന്നെ ഈ യോഗത്തിന് ശേഷം അടുത്ത ഏറ്റവും നിർണായകമാകുന്നത് 26, 27 തീയതികളിൽ നടക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുപ്പാണ്. അത് മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും, മുനിസിപ്പാലിറ്റികളിലാണെങ്കിൽ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ എന്നിവരുടെ തിരഞ്ഞെടുപ്പാണ് 26-ാം തീയതി നടക്കുക. 27-നാണ് ജില്ലാ പഞ്ചായത്ത് മുതൽ മറ്റ് പഞ്ചായത്ത് സ്ഥാപനങ്ങൾ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, പഞ്ചായത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുക. പഞ്ചായത്ത് ഭരണസമിതിയിലേക്കുള്ള ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുക. അതൊരു പ്രോസസ്സാണ്. അത് ആ തീയതികളിൽ തന്നെ കൃത്യം അതേ സമയത്ത് തന്നെ അത് നടപ്പിലാക്കണമെന്നതാണ് ഇതിൻ്റെ ചട്ടം. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ 5 വർഷം പൂർത്തിയാക്കിയ ഭരണസമിതികളുടെ, തദ്ദേശ സ്ഥാപന കേരളത്തിലെ ഭരണസമിതികളുടെ കാലാവധി പൂർത്തിയായത്. അതുകൊണ്ട് തന്നെയാണ് ഞായറാഴ്ച ദിവസം തന്നെ, അത് കൃത്യമായി ആ ദിവസം തന്നെ ഭരണഘടനാ പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങളുടെ ചട്ടങ്ങളും മാനദണ്ഡ പ്രകാരം ഭരണ കാലാവധി കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ഈ പുതിയ ഭരണസമിതി നിലവിൽ വരണമെന്നതാണ് ചട്ടം. അതുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റെ തീയതികളടക്കം അതനുസരിച്ച് ക്രമീകരിച്ചിട്ടുള്ളത്. ഇന്ന് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ, തദ്ദേശ സർക്കാരുകൾ എന്ന് തന്നെ പറയാം, ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളുമായി ഏറ്റവും ബന്ധമുള്ള, പ്രത്യേകിച്ച് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ ഭരണപ്രവർത്തനങ്ങൾ നടക്കുന്ന, ഇപ്പോൾ പുതിയ ജനങ്ങളുടെ എല്ലാ വികസന പ്രവർത്തനങ്ങളും തദ്ദേശ വാർഡ് കമ്മിറ്റികളടക്കം തീരുമാനിച്ചുകൊണ്ട് ജനങ്ങളുടെ അഭിലാഷം എന്താണെന്ന് മനസ്സിലാക്കി അത് വികസനം ഏറ്റവും താഴെത്തട്ടിലെത്തിക്കുക. ആ നിലയ്ക്ക് ഏറ്റവും ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ഏറ്റവും കേരളത്തിൽ ചിട്ടയായ പ്രവർത്തനവും മാതൃകയായ പ്രവർത്തനവും നടക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമെന്ന് പറയുന്നത് കേരളമാണ്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഇതിന് തുടർച്ചയായി നടക്കുന്ന ഇന്നത്തെ സത്യപ്രതിജ്ഞയ്ക്ക് അതിൻ്റേതായ ഗൗരവമുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റ് നിയമസഭയോ പാർലമെൻറ്റിനെ പോലെയല്ല, ഭരണപക്ഷം പ്രതിപക്ഷം എന്നൊന്നില്ല. എല്ലാം ചേരുന്ന, രാഷ്ട്രീയത്തിനതീതമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ സർക്കാരുകളെ നിയന്ത്രിക്കുന്ന, നയിക്കുന്ന ഒരു ഭരണസമിതിയായിരിക്കും സ്വാഭാവികമായി വരിക. രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളുമായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെങ്കിലും തദ്ദേശ സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം, തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്തെ വിഷയങ്ങൾ പഠിച്ച് ജനങ്ങളുടെ വിഷയങ്ങൾക്ക്, അഭിലാഷങ്ങൾക്കൊപ്പം ചേർന്ന് നിന്ന് പോവുക, ഒപ്പം തന്നെ സർക്കാരുകൾ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ യഥാർത്ഥ ഗുണഭോക്താക്കളിലേക്ക് എത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ സത്യപ്രതിജ്ഞ ചടങ്ങ് അതുകൊണ്ട് ഏറെ പ്രാധാന്യമുള്ളതാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ഏകദേശം 1.5 മാസക്കാലം നീണ്ടുനിന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വലിയ വാശിയേറിയ പോരും ആവേശമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം വിവിധ സ്ഥലങ്ങളിൽ വിവിധ മുന്നണികളുടെ സ്ഥാനാർത്ഥികളാണ് സ്വാഭാവികമായി അധികാരത്തിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് അതാത് മുന്നണികളുടെ ഒരു ആവേശമൊക്കെ സ്വാഭാവികമായി ഇതിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലും ഉണ്ടാവും.
വിവിധ കോർപ്പറേഷനുകളെ സംബന്ധിച്ചും മുനിസിപ്പാലിറ്റികളെ സംബന്ധിച്ചും അതിൻ്റെ തരത്തിൽ വിവിധ രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ട് പ്രകടനമായി തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് എത്തുക. മറ്റ് രക്തസാക്ഷി മണ്ഡപങ്ങളുടെ അടക്കമുള്ള പ്രധാനപ്പെട്ട രക്തസാക്ഷി കുടീരങ്ങളിലടക്കം പുഷ്പാർച്ചന നടത്തിയ ശേഷം വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് എത്തും. രാവിലെ ജില്ലാ പഞ്ചായത്തിൻ്റെ ചടങ്ങ്, ജില്ലാ പഞ്ചായത്ത് മുതൽ പഞ്ചായത്ത് വരെ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഒപ്പം തന്നെ പഞ്ചായത്തുകൾ അതുവരെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് രാവിലെ 10 മണിക്കും കോർപ്പറേഷനുകളിലേക്കുള്ള ഒപ്പം തന്നെ മുനിസിപ്പാലിറ്റിയും അതിനൊപ്പം ചേരുന്നതാണ്. സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിലേക്കുള്ള സത്യപ്രതിജ്ഞ ചടങ്ങ് 11:30 മണിക്കാണ്. കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഒരേ സമയത്ത് തന്നെയായിരിക്കും. മറ്റു കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പ്രകാരമാണ്. തുടർന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നത് 26, 27 തീയതികളിലായിരിക്കും. ഭദ്ര. അതെ, തീർച്ചയായും. എന്തായാലും നിർബൺ, ഒപ്പം തന്നെ ഇന്നിപ്പോൾ ആദ്യ ഭരണസമിതി യോഗം കൂടി ചേരുന്നുണ്ട് എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അത് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നത്. നിർബൺ, ആ ഒരു തരത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ? അത് തന്നെയാണ് ഭദ്ര ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ഈ പറയുന്ന ഭരണഘടനാ ചട്ടമനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളാണ്. അതായത് ആദ്യം ഏറ്റവും മുതിർന്ന അംഗം സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ആ അംഗം തന്നെ മറ്റംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു. അത് സത്യപ്രതിജ്ഞയോ ദൃഢപ്രതിജ്ഞയോ ആകാം എന്നതാണ് ചട്ടം. അത് പൂർത്തിയാക്കിയ ശേഷം ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത ഏറ്റവും മുതിർന്ന അംഗത്തിൻ്റെ അധ്യക്ഷതയിൽ, അതിനുശേഷമായിരിക്കുമല്ലോ 26, 27 തീയതികളിലായിരിക്കും പുതിയ ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ തന്നെ നഗരസഭ ഭരണാധികാരികൾ, ചുമതലയുള്ള സെക്രട്ടറിമാർ, ഇപ്പോൾ നഗരസഭയാണെങ്കിൽ നഗരസഭ സെക്രട്ടറി, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി സെക്രട്ടറി, ജില്ലാ പഞ്ചായത്താണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി, തദ്ദേശ സ്ഥാപനങ്ങളിലാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി, ബ്ലോക്ക് സെക്രട്ടറി, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി, അങ്ങനെ ഈ അധ്യക്ഷ നേതൃത്വത്തിൽ സെക്രട്ടറി ആയിരിക്കും ഇതിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുക. ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഏക അജണ്ട എന്ന് പറഞ്ഞാൽ 26-നും 27-നും ചേരുന്ന പുതിയ ഭരണസമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള അജണ്ട വായിച്ച് ആ ഭരണസമിതി അംഗീകരിക്കുകയാണ്. അംഗീകരിക്കേണ്ട ഈ ചട്ടങ്ങൾ പൂർത്തിയാക്കിയാൽ, അതിൻ്റെ പ്രക്രിയ പൂർത്തിയാക്കിയാൽ ഇന്നത്തെ ഭരണസമിതി വേറൊന്നും ചേർന്ന് തീരുമാനിക്കേണ്ട കാര്യമില്ല. ആ ഭരണസമിതി യോഗം അവസാനിച്ച് പിരിയുകയെന്നാണ്. കേവലം 15-20 മിനിറ്റ് കൊണ്ട് ഈ ഭരണസമിതി അംഗങ്ങളുടെ ചടങ്ങുകൾ അവസാനിക്കും. ഇന്ന് ഏതെങ്കിലും കാരണത്താൽ, വ്യക്തിപരമായ കാരണത്താലും മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമോ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാത്തവർക്ക് മറ്റൊരു തീയതി തീരുമാനിച്ച് നൽകുന്നതാണ്. ഇനി അടുത്ത ഭരണാധികാരികൾ ഈ 26-നും 27-നും തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ തിരഞ്ഞെടുക്കുമ്പോണ്ട്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അങ്ങനെ ഓരോ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അങ്ങനെ ഓരോ മേഖലയ്ക്കും പ്രത്യേക സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്. അതാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഫണ്ട് വിഹിതം അടക്കം അതിന് നിയന്ത്രിക്കുകയും അതുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുന്നത് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ്. അതിൻ്റെ തിരഞ്ഞെടുപ്പൊക്കെ ഈ യോഗത്തിന് ശേഷം, പുതിയ ഭരണസമിതി നിലവിൽ വന്ന ശേഷമാണ് അത്തരം പ്രക്രിയയിലേക്ക് കടക്കുക. ഭദ്ര.